ഓണം ഓൾ. ഞങ്ങളെ ഇന്ന് ഓണമായിട്ട് എല്ലാവരും എന്താ പരിപാടി, അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുവാണോ? ഞങ്ങൾ ഇന്ന് ലോക സിനിമ കാണാൻ പോയേക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം നിങ്ങളോട് ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു. വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേര് ലോക സിനിമയൊക്കെ കണ്ട് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് റിവ്യൂ ഒന്നുമല്ല കേട്ടോ, എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതെന്താ ചെയ്തു വെച്ചിരിക്കണേന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി ഈ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ടിക്കറ്റ് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തിരുവോണമായതുകൊണ്ടായിരിക്കും എന്തായാലും ഞങ്ങൾക്ക് 4 ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ 4 പേരൂടെ പോയി. എനിക്കിപ്പോഴും ആ ഹാങ് ഓവർ വിട്ടു മാറുന്നില്ല. ഈ സത്യത്തിൽ അത് സിനിമയാണോ വല്ല മാജിക്കാണോ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണണം കേട്ടോ. എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഉണ്ടാക്കി പോയി കണ്ടോ. കാരണം ഇതൊക്കെ കുറേ ആരൊക്കെയോ പറഞ്ഞു, നമ്മുടെ ടെലിഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ട്, അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കാണിക്കണത് ഭൂലോക മണ്ടത്തരമാണ്. അതിൻ്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടല്ലോ വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലൊരു സംഭവം നമ്മുടെ മലയാളത്തിൽ എടുത്തു വെച്ചല്ലോ. ഞാനൊരു മലയാളിയാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയാൻ തന്നെ നമുക്ക് ഭയങ്കര അഭിമാനമാകുന്ന രീതിയിലൊരു സംഭവമാണ് എടുത്തു വെച്ചേക്കുന്നത്. കാമിയോ റോളുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഒന്നും പറയുന്നില്ല, ഞാൻ ക്ലൂവോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല. കാരണം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കളയരുത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയാനുള്ളത്, കല്യാണി പ്രിയദർശൻ എനിക്ക് ഇത്രയും കാലം എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു നടിയായി മാറിയെന്ന് തന്നെ പറയാം കേട്ടോ. അത്ര സൂപ്പർ അഭിനയമാണ്. നസ്ലിനെ കുറിച്ച് പിന്നെ പറയാനില്ല, എപ്പോഴും എല്ലായ്പ്പോഴും പോലെ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്, നല്ല. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ സലിംകുമാറിനെ, ചന്തു സലിംകുമാർ. ശരിക്കും ഞാൻ വിചാരിച്ചു അത് ചന്തു അല്ല സലിംകുമാർ തന്നെ വന്നു നിന്ന് പറയുന്നതാണ്. അത്ര രസമാണ്. അതുപോലത്തെ കോമഡികളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. ആ സിനിമ തിയേറ്ററിൽ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ്സാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തിയേറ്ററിൽ കാണാതെ കണ്ട ടെലിഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ വരുന്നത് കാണാതെ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടോ കേട്ടോ. മസ്റ്റ് വാച്ച് മൂവിയാണ്, അടിപൊളി മൂവി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ, സ്റ്റേ ബ്ലെസ്ഡ്.